നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. തുടർന്ന് ആദ്യ ഭരണസമിതി യോഗവും ചേരും. പുതിയ അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് 26-27 തീയതികളിൽ. ഒറ്റപ്പാലം വരോട് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ പിടിയിൽ. 3 പേരാണ് അറസ്റ്റിലായത്. കുത്തേറ്റ രാഹുൽ അപകടനില തരണം ചെയ്തു. കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നുവെന്നാരോപിച്ച് പ്രതിഷേധം. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരത്ത് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പട്ടാമ്പിയിലെ പുതിയ പാലം നിർമ്മാണം, പൈലിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. MLAയുടെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി. വാർത്തകൾ വിശദമായി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. തുടർന്ന് ആദ്യ ഭരണസമിതി യോഗവും ചേരും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകളിൽ രാവിലെ 10-നും കോർപ്പറേഷനുകളിൽ 11:30-നുമാണ് സത്യപ്രതിജ്ഞ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 20,000-ഓളം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് 21-ന് ഞായറാഴ്ച നടക്കുക. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകളിൽ രാവിലെ 10-നും കോർപ്പറേഷനുകളിൽ 11:30-നുമാണ് സത്യപ്രതിജ്ഞ. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കളക്ടർമാർക്കും ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് വരണാധികാരികൾക്കുമാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. തുടർന്ന് ഇവർ മറ്റ് അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ 20-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഞായറാഴ്ച അവധി ദിനമായിട്ടും സത്യപ്രതിജ്ഞ നിശ്ചയിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അംഗങ്ങളുടെ ആദ്യ യോഗവും ചേരും. മുതിർന്ന അംഗം അധ്യക്ഷത വഹിക്കും. അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച അറിയിപ്പ് സെക്രട്ടറി ഈ യോഗത്തിൽ വായിക്കും. നഗരസഭകളിലെയും കോർപ്പറേഷനുകളിലെയും ചെയർപേഴ്സൺ, മേയർ തിരഞ്ഞെടുപ്പ് 26-ന് രാവിലെ 10:30-നും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30-നും നടക്കും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ അധ്യക്ഷ, ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പ് 27-ന് രാവിലെ 10:30-നും ഉച്ചയ്ക്ക് 2:30-നുമായി നടക്കും. പുതിയ അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും കണ്ടെത്താൻ ഭരണം ലഭിച്ച മുന്നണികളിൽ ചർച്ചകൾ തുടരുകയാണ്. ഒറ്റപ്പാലം വരോഡിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പനമണ്ണ അമ്പലവട്ടം കോന്ത്രംകുണ്ടിൽ വിജീഷ് കുമാർ, അമ്പലവട്ടം മൂർക്കത്ത് വീട്ടിൽ ഷിജിൽ, വെള്ളിനേഴി അടയ്ക്കാപ്പുത്തൂർ തയ്യൽ വീട്ടിൽ വൈശാഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊലപാതക കേസിലെ സാക്ഷികളെ ഹാജരാക്കാൻ സഹായിക്കുന്നു എന്ന വൈരാഗ്യത്താൽ വരോഡ് സ്വദേശി രാഹുലിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് വരോഡ് കുണ്ടുപറമ്പ് ജംഗ്ഷനിൽ വെച്ചാണ് ആക്രമണം നടന്നത്. രാഹുലിന്റെ സുഹൃത്തായ പ്രജീഷിന്റെ ജ്യേഷ്ഠൻ പ്രശാന്ത് കൊല്ലപ്പെട്ട കേസിന്റെ വിചാരണ ജനുവരി 5-ന് ഒറ്റപ്പാലം കോടതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ആക്രമണമുണ്ടായത്. ഈ കേസിലെ പ്രതികളായ വിജീഷ് കുമാറിനും ഷിജിലിനും എതിരെ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കാൻ രാഹുൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇതിലുള്ള വിരോധം മുൻനിർത്തി ബൈക്കിൽ പോവുകയായിരുന്ന രാഹുലിനെ മറ്റൊരു ബൈക്കിലെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തുകയും കൈകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കൈവശം കരുതിയിരുന്ന കത്തികൊണ്ട് കഴുത്തിന് കുത്തുകയായിരുന്നു. 1-ാം പ്രതിയായ വിജീഷാണ് രാഹുലിനെ കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് സൗത്ത് പനമണ്ണ വായനശാല ഭാഗത്തു നിന്നും വിജീഷ് കുമാറിനെയും ഷിജിലിനെയും തൃശൂർ ചാലക്കുടിയിൽ നിന്നും വൈശാഖിനെയും പിടികൂടുകയായിരുന്നു. രാഹുലിനെ കുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. പ്രതികൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ വിജീഷ് കുമാറിന്റെ പേരിൽ 5 കേസുകളും ഷിജിലിന്റെ പേരിൽ 3 കേസുകളും ഉണ്ടെന്നും പോലീസ് പറഞ്ഞു. അതേസമയം പരിക്കേറ്റ രാഹുൽ അപകടനില തരണം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് മോദി സർക്കാർ പാസാക്കിയെടുത്ത പുതിയ ബില്ലിലൂടെ തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ്
തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന നിയമം ഈ രാജ്യത്ത് പാവപ്പെട്ട ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി എന്ന രീതിയിൽ വിഭാവനം ചെയ്യുന്നത്, അത് ഒരു നിയമമായി 2005 വരുന്നത്. എന്തായിരുന്നു 2004-ന്റെയും 2005-ന്റെയും എല്ലാം പ്രത്യേകത? ഇന്നത്തേതുപോലെ ഉള്ള ഒരു പാർലമെന്റ് ആയിരുന്നില്ല അന്നുണ്ടായിരുന്നത്. ഇന്ന് പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക്, BJPക്ക്, സംഘപരിവാറിന് കൈപൊക്കുന്നവരാണ് 294 പേരുള്ളത് എങ്കിൽ അന്ന് ഇടതുപക്ഷം വരച്ച വരയിലൂടെ പോകുന്ന, ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു, ഒരു പാർലമെന്റ് അംഗങ്ങളുടെ പിൻബലമായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ പിറകിലുണ്ടായിരുന്നത്. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് C. വിലാസിനി, CPIM ലോക്കൽ സെക്രട്ടറി MK ദേവി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK ദ്വാരകാനാഥൻ, K. ജയകുമാർ, C. ശരത്, KK ലിനി, VC ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. തൂണുകളുടെ നിർമ്മാണവും അതിവേഗത്തിലാണ് നടക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ മുഹമ്മദ് മുസീൻ MLA-യുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. പൈലിംഗ് പ്രവൃത്തികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുകയാണ്. 5 തൂണുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. കമാനത്തിന് സമീപം നമ്പ്രം റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ പൈലിംഗിന്റെ ഭാഗമായി ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള പ്രവൃത്തികളാണ് നടപ്പാക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മുഹമ്മദ് മുസീൻ MLA-യുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. വേഗതയിലാണ് ഇപ്പോൾ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മുഹമ്മദ് മുസീൻ MLA പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ പട്ടാമ്പി പാലം, അതിന്റെ നിർമ്മാണം വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാലമായി നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. ഇപ്പൊ അതിന്റെ പൈൽ ക്യാപ്പിംഗ്, അതുപോലെ പിയർ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ചോളം സ്ഥലങ്ങളിൽ പൈൽ ക്യാപ്പിംഗ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൈലിംഗ് ഏതാണ്ട് പൂർത്തീകരിക്കാൻ ഇനിയുണ്ട് അത്യാവശ്യം. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടക്കാലത്ത് നമുക്ക് വെള്ളം വളരെ കൂടുതലായതുകൊണ്ട് നിർത്തേണ്ടി വന്നിരുന്നു. ഇപ്പൊ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത്. നമ്മൾ ഈ മാർച്ചിൽ പാലം പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടെ പോയെങ്കിലും വെള്ളം വല്ലാതെ ഇടക്കിടക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വർക്ക് നിർത്തേണ്ടി വന്നു. അതുകൊണ്ടൊന്ന് സ്ലോ ആയി. പക്ഷെ ഇപ്പൊ വീണ്ടും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ചിൽ തീരില്ലെങ്കിലും വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുറഞ്ഞപ്പോൾ ഇനി വളരെ വേഗത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ചെറുതായിട്ട് നമുക്ക് അറിയാം, നമ്മുടെ നമ്പ്രം റോഡിൽ റീറൂട്ട് ചെയ്തുകൊണ്ട് ആ ഭാഗത്തുകൂടി പൈലിംഗ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം. പട്ടാമ്പി പാലം ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണുമ്പോൾ. കഴിഞ്ഞ ജനുവരിയിൽ തന്നെ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. പുഴയിൽ വെള്ളം നിറഞ്ഞത് പ്രവൃത്തികൾക്ക് പലതവണ തടസ്സമായി. മാസങ്ങൾക്ക് മുമ്പാണ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. 52.57 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയും പാലത്തിനുണ്ടാവും. ARS ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ കരാർ. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുമ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് KPM സലീം മാസ്റ്റർ. ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ള 15 അംഗങ്ങളെയും ചേർത്ത് നിർത്താൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകാൻ KPM സലീം മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞെന്നതും ശ്രദ്ധേയമാണ്. പ്രതീക്ഷിക്കാതെ ലഭിച്ചതായിരുന്നു KPM സലീമിന് സ്ഥാനാർത്ഥിത്വം. 11ാം വാർഡ് ചാമപ്പറമ്പിൽ UDF സ്ഥാനാർത്ഥിയായി കന്നിയംഗത്തിലൂടെ വിജയം. കാലം കരുതി വെച്ചത് കേവലം വിജയം മാത്രമല്ല, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനെന്ന പദവി കൂടിയായിരുന്നു. തുടർന്നിങ്ങോട്ടുള്ള നേതൃത്വത്തിൽ ഇതര രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 15 അംഗങ്ങളെയും ഒരുപോലെ ചേർത്ത് നിർത്താൻ KPM സലീമിനായി. പറയത്തക്ക വിധത്തിൽ ഒരു സമരമുഖങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശം വേദിയാകാൻ അവസരം ഒരുക്കിയിട്ടില്ലെന്ന് KPM സലീം പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതോടൊപ്പം എൻ്റെ സഹപ്രവർത്തക ഭരണസമിതി അംഗങ്ങളെ കൂടി തീർച്ചയായിട്ടും അത് വികസന പ്രവർത്തനങ്ങളാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ആ അഭിപ്രായങ്ങൾക്ക് പരിഗണന നൽകുകയും ചെയ്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ഭരണസമിതി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ 5 വർഷക്കാലത്തിനിടയിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുകയാണെങ്കിലും ആ പഞ്ചായത്തിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങളോ അതുപോലെ തന്നെ സമരങ്ങളോ മറ്റൊക്കെ നടക്കാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം തച്ചനാട് ഗ്രാമപഞ്ചായത്തിൽ ഈ ഒരു ടേമിനകത്ത് അങ്ങനെയുള്ള വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ
അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ ഒരു സമരം പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു നാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി എല്ലാവരുടെയും, എല്ലാ വിഭാഗം ജനങ്ങളുടെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ആർജിച്ചെടുക്കാൻ തീർച്ചയായിട്ടും കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഭിന്നശേഷിക്കാരനായ അദ്ദേഹം ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പദ്ധതിക്ക് രൂപം നൽകി. ഓരോ ഭിന്നശേഷിക്കാരുടെയും ഒപ്പം തണലായി കൂടെ നിന്നു. വ്യത്യസ്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ ഉപകരണങ്ങൾ നൽകാനായി വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള സഹായ ഉപകരണങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും KPM സലീമിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് നൽകാനായി. ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്തിന് ശേഷം ഇവർക്ക് നൽകിയ ഉറപ്പിന്റെ സാക്ഷാത്കാരം കൂടിയായിരുന്നു അത്. തച്ചനാട് ഗ്രാമപഞ്ചായത്തിനെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നുള്ള ആ വലിയ ഒരു പദ്ധതിക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ മേഖലയിൽ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം 4 വർഷങ്ങളിലായി 4 മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഈ പഞ്ചായത്തിലെ മുഴുവൻ അർഹരായ ഭിന്നശേഷി സഹോദരങ്ങൾക്കും സപ്പോർട്ടിംഗ് ഉപകരണങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആ ഉപകരണങ്ങൾ മുഴുവനായി ആ മെഡിക്കൽ ക്യാമ്പുകളിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള രോഗികൾക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അത് ലഭ്യമാക്കാൻ ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം 18 ലക്ഷത്തോളം രൂപ ആ ഒരു മേഖലയിൽ മാത്രം ചെലവഴിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും അത് ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു 5 വർഷക്കാലവും അവരുടെ ഭിന്നശേഷിക്കാർ മാത്രമല്ല, വയോജനങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും അവസാനമായ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കാൻ, അവരുടെ മനസ്സിന് ഒരു നിമിഷമെങ്കിലും സന്തോഷം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ഭരണസമിതി സംബന്ധിച്ചിടത്തോളവും വല്ലാത്ത ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ ആരംഭിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള തുക ഈ വാർഷിക പദ്ധതിയിൽ നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും ക്ലാസ് തുടങ്ങാൻ കഴിയാത്തതാണ് നടപ്പാകാതെ പോയ ആഗ്രഹങ്ങളിൽ പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നു. ചെയ്യാൻ കഴിയാതെ പോയ ഒന്ന് എന്ന് പറയുന്നത്, നിലവിലെ വാർഷിക പദ്ധതിയിൽ അതിന് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു ബഡ്സ് സ്കൂൾ ആരംഭിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ടെക്നിക്കലായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ പദ്ധതി രൂപീകരണവും ഫണ്ട് മാറ്റിവെക്കലും ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ സ്റ്റാഫിന് ഉൾപ്പെടെയുള്ള ഇൻ്റർവ്യൂ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് ക്ലാസ് തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിൽ വല്ലാതെ ആഗ്രഹിച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമായിട്ട് പറയാൻ വേണ്ടി കഴിയും. വാർഡ് വിഭജനത്തിൽ അധികമായി ലഭിച്ച 2 വാർഡുകൾ കൂടി UDFന് നൽകിക്കൊണ്ടുകൂടിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. തുടർന്നിനി തൻ്റെ വിദ്യാർത്ഥികളോടൊപ്പം സലീം മാഷ് ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ ഇരുന്നയാൾ മരിച്ചു. തച്ചമ്പാറ എടാക്കൽ മുരിങ്ങേനിപ്പേരിയിൽ വീട്ടിൽ വർഗീസാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ബുധനാഴ്ച തച്ചമ്പാറ എടാക്കൽ വളവിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ വർഗീസിനും മകൾ സ്നേഹയ്ക്കും പരിക്കേറ്റു. വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വർഗീസ് ശനിയാഴ്ച ഉച്ചയോടെ മരിച്ചു. മകൾ സ്നേഹ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അധ്യാപക മേഖലയിൽ നിയമന സമയത്ത് ബാധകമല്ലാത്ത പുതിയ നിബന്ധനകൾ പിൻവലിക്കണമെന്ന് KPSTA ചെർപ്പുളശ്ശേരി ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. AIPTF സീനിയർ വൈസ് പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, APS ആളുകൾ തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തതായിട്ട് എനിക്കറിയാം. ഞാൻ തുറന്നു നോക്കുമ്പോൾ അത് അരുവാടിനാണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെ അവർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ബാലകൃഷ്ണനോട് പറഞ്ഞു, KSSPയുടെ ജില്ലാ പ്രസിഡന്റോട് പറഞ്ഞു, KSSPയുടെ പ്രധാനപ്പെട്ട ഒരാളുടെ മരുമകള് APSC അംഗം LDF വോട്ട് ചെയ്തു. അവർ തന്നെ CPM അനുകൂലമായി, CPM പറയുന്നില്ല, സ്വതന്ത്രക്കെന്നാണ്. ഞങ്ങൾ CPM അല്ല, സ്വതന്ത്രർ. ഇടതുപക്ഷക്കാരൻ സ്വതന്ത്രം മത്സരിച്ചാൽ നമ്മൾ ആശയം മാറില്ലല്ലോ. അവർ വോട്ട് ചെയ്ത ചരിത്രം നമ്മുടെ ഇടയിലുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നല്ലൊരു സർക്കാർ ഉണ്ടായാൽ നമ്മുടെ കുറേ പ്രയാസങ്ങളൊക്കെ തീരും. ടീച്ചർമാർ ഒരിക്കലും ആശങ്കപ്പെടേണ്ട കാര്യമല്ല. നമ്മൾ UDF അധികാരത്തിൽ വന്നാൽ 100 ദിവസമേകം
100 ദിവസം കൊണ്ട് 1 മാസത്തിനകം ഭിന്നശേഷി പ്രശ്നം നമ്മൾ പരിഹരിച്ചിരിക്കും. മുഴുവൻ ആളുകൾക്കും ശമ്പളം ലഭിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാ മനസ്സിലൂടി ഞങ്ങൾക്ക് വേറൊരു മീറ്റിങ്ങിന് പോകണമെന്നുള്ളതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാ മനസ്സിലൂടി നമുക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. ഉപജില്ലാ പ്രസിഡന്റ് CR പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് B സുനിൽകുമാർ, റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി S തെക്കേതിൽ, KSSPA റവന്യൂ ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E രാജൻ, PV ശശിധരൻ, V ഉണ്ണികൃഷ്ണൻ, PG ദേവരാജൻ, K രാമദാസൻ, KR സുജേഷ്, M സജിത് കുമാർ, PM ശ്രീകാന്ത്, CT മിനി, PB ബിന്ദു, T വിനിത, KR പ്രവീൺ, K ശശികുമാർ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ വിവിധ മേളകളിൽ മികവ് തെളിയിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പുതിയ ഭാരവാഹികളായി CR പുരുഷോത്തമനെ പ്രസിഡന്റായും E രാജനെ സീനിയർ വൈസ് പ്രസിഡന്റായും, ബിനീഷ് രാജ്, വിനോദ് കുമാർ T, OC രാമകൃഷ്ണൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഗിരീഷ് ലാൽ ഗുപ്തയെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. മലപ്പുറം ജില്ലയിൽ ബാലസംരക്ഷണ സംവിധാനങ്ങളുടെ ഏകോപനം ശക്തമാക്കുമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. മലപ്പുറത്ത് ചേർന്ന കർത്തവ്യവാഹകരുടെ ജില്ലാതല അവലോകന യോഗത്തിലാണ് തീരുമാനം. മലപ്പുറം ജില്ലയിൽ ബാലസംരക്ഷണ സംവിധാനങ്ങളുടെ ഏകോപനം ശക്തമാക്കും. ബാലനീതി നിയമം, പോക്സോ നിയമം, RTE നിയമം തുടങ്ങിയ ബാലസംരക്ഷണ സംവിധാനങ്ങളുടെ ഏകോപനം ജില്ലയിൽ ശക്തിപ്പെടുത്തുമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ വ്യക്തമാക്കി. മലപ്പുറം കോട്ടപ്പടി KSTA ഹാളിൽ ചേർന്ന കർത്തവ്യവാഹകരുടെ ജില്ലാതല അവലോകന യോഗത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചു. കമ്മീഷൻ സിറ്റിംഗിൽ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ, സിസിലി ജോസഫ് എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ പ്രധാനമായ 4 അവകാശങ്ങളെക്കുറിച്ചും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി വിവിധ വകുപ്പുകളുടെ ഏകോപന സംവിധാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും കുട്ടികളുടെ ക്ഷേമ താൽപ്പര്യങ്ങൾ മുൻനിർത്തി എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ ഏകോപനം ആവശ്യമാണെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകൾ, കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ വിവിധ വകുപ്പുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ക്യൂസ് മത്സരം ജനുവരി 2-ന് ഒറ്റപ്പാലം ഭവൻസ് വിദ്യാലയത്തിൽ വെച്ച് നടക്കും. രാവിലെ 9-ന് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. വിജ്ഞാന മത്സരത്തിന് ഈ വർഷം മുതലാണ് തുടക്കം കുറിക്കുന്നത്. മത്സരത്തിൽ വിജയിക്കുന്ന സ്കൂളിന് കുലപതി ഡോക്ടർ KM മുൻഷി സ്മാരക റോളിംഗ് ട്രോഫിയും 25,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും നൽകും. ഒന്നാം റണ്ണറപ്പ് ടീമിന് 15,000 രൂപയും രണ്ടാം റണ്ണറപ്പ് ടീമിന് 10,000 രൂപയും ക്യാഷ് പ്രൈസായി നൽകും. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച പുസ്തകവും നൽകും. ജനുവരി 2-ന് വ്യാഴാഴ്ച രാവിലെ 9-ന് VK ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം 2026 ജനുവരി 2-ന് ഒറ്റപ്പാലത്ത് ഭവാൻ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ വിജ്ഞാന മത്സരത്തിന് ഈ വർഷം മുതൽ തുടക്കം കുറിക്കുകയാണ്. മത്സരത്തിന്റെ ഉദ്ഘാടനം പാലക്കാട് ലോക്സഭാംഗം ശ്രീ VK ശ്രീകണ്ഠൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് നിർവഹിക്കും. മത്സരത്തിൽ വിജയിക്കുന്ന സ്കൂളിന് കുലപതി ഡോക്ടർ KM മുൻഷി സ്മാരക റോളിംഗ് ട്രോഫി നൽകുന്നതിനോടൊപ്പം 25,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും നൽകും. ഒന്നാം റണ്ണറപ്പ് ടീമിന് 15,000 രൂപയും രണ്ടാം റണ്ണറപ്പ് ടീമിന് 10,000 രൂപയും ക്യാഷ് പ്രൈസായി ലഭിക്കും. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച പുസ്തകവും നൽകുന്നതാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്വിസ് കോമ്പറ്റീഷൻ, ഇത് അക്ഷരാർത്ഥത്തിൽ ഓൾ കേരള കോമ്പറ്റീഷനാണ്. ഇന്ന് ഈ ദിവസം വരെ ഏതാണ്ട് 30 സ്കൂളുകളുടെ രജിസ്ട്രേഷൻ വന്നു. കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാർത്ഥികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. 26-ാം തീയതി വരെ ഇതിന്റെ രജിസ്ട്രേഷൻ തുടരും. ഡിസംബർ മാസം 26-ാം തീയതി വരെ ഇതിന്റെ രജിസ്ട്രേഷൻ തുടരും. ഇത് രാവിലെ 9 മണിക്കാണ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് തുടർച്ചയായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇത് ഒരു വർഷം കൊണ്ട് അവസാനിപ്പിക്കുന്ന വിഷയമല്ല. ഇത് ശ്രദ്ധേയമായി വരും വർഷങ്ങളിലും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാനും
കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ക്വിസ് കോമ്പറ്റ് മത്സരമാക്കി മാറ്റിയെടുക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ആലോചിച്ചത്. വിദ്യാർത്ഥികളിൽ വിജ്ഞാനവും ഭൗതിക കഴിവുകളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളുടെയും സജീവ പങ്കാളിത്തം ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രം അഭ്യർത്ഥിച്ചു. ചെയർമാൻ ഡോക്ടർ KS മേനോൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് NK ജയദേവൻ, വൈസ് പ്രസിഡന്റ് E പ്രഭുരാജൻ, വൈസ് ചെയർമാൻ P ശിവദാസൻ, അഡ്വക്കേറ്റ് TP അരവിന്ദാക്ഷൻ, ഹരിഗോവിന്ദ മേനോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്തെ നടത്തുന്ന ജില്ലാ യാത്രയ്ക്ക് പഴയ ലക്കിടിയിൽ സ്വീകരണം നൽകി. ജനുവരിയിൽ നടക്കുന്ന കേരള യാത്രയുടെ ഭാഗമായാണ് ജില്ലാ യാത്ര നടത്തുന്നത്. ജനുവരി 1 മുതൽ 17 വരെ കാസർഗോഡ് ടു തിരുവനന്തപുരം കേരള യാത്രയെ വിളംബരപ്പെടുത്തിക്കൊണ്ട് സമസ്ത SSF ജില്ലാ ജനറൽ സെക്രട്ടറി സാലിഹ് മോളൂർ ഉദ്ഘാടനം ചെയ്തു. കേരളം വളരെ മനോഹരമായ നാടാണ്. അറബികൾ ഖൈറുള്ള എന്ന് വിശേഷിപ്പിക്കുന്ന അള്ളാഹുവിന്റെ നന്മ നിറഞ്ഞ വലിയ ഒരു ഭാഗം. കേരള മുസ്ലിം ജമാഅത്ത് ഒറ്റപ്പാലം സോൺ പ്രസിഡന്റ് ഡോക്ടർ TM നാസർ അധ്യക്ഷനായി. SYS ജില്ലാ ജനറൽ സെക്രട്ടറി സൈദലവി പുതക്കാട്, ഷറഫുദ്ദീൻ ബുക്കാരി എന്നിവർ വിഷയാവതരണം നടത്തി. ജാഥ ക്യാപ്റ്റൻ സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി MP അബ്ദുറഹ്മാൻ ഫൈസി മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് ക്യാപ്റ്റന്മാരായ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി, ജനറൽ സെക്രട്ടറി ഷൗക്കത്ത് ഹാജി കാരക്കുറിശി, ഉമർ മദനി വിളയൂർ, KS തങ്ങൾ പഴമ്പാലക്കോട്, P അലിയാർ അമ്പലപ്പാറ, ഉമർ ഓങ്ങല്ലൂർ, MV സിദ്ദിഖ് സഖാഫി, അബ്ദുറഷീദ് അഷ്റഫി, മുജീബ് പാവുകോണം, K ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള മുസ്ലിം ജമാഅത്തെ കേരള യാത്രയുടെ പ്രചരണാർത്ഥം SYS പട്ടാമ്പി സോൺ കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. വഴി കടന്നു വരുന്നത് മനുഷ്യർക്കൊപ്പം കർമ്മസാമയികം. ഇതൊരു വലിയ ദൗത്യമാണ്. മനുഷ്യന്റെ വേദനകളിലും പ്രതിസന്ധികളിലും കൂടെ നിൽക്കുക എന്ന വലിയ ദൗത്യം. കഷ്ടപ്പെടുന്നവന്റെ കണ്ണീരൊപ്പുന്ന ശാന്തം ഊഷ്മളമായ സാമൂഹ്യ ബന്ധങ്ങളുടെ. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് 2026 ജനുവരി 1 മുതൽ 17 വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടത്തുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥമാണ് SYS പട്ടാമ്പി സോൺ കമ്മിറ്റി പട്ടാമ്പിയിൽ നൈറ്റ് മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പി കൂൾ സിറ്റി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് താഴെ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. SYS ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സിദ്ദിഖ് സഖാഫി വല്ലപ്പുഴ, പട്ടാമ്പി സോൺ പ്രസിഡന്റ് KT ഉസ്മാൻ സഖാഫി കോഴിക്കോട്ടിരി, ജനറൽ സെക്രട്ടറി UA റഷീദ് അസ്ഹരി, ഭാരവാഹികളായ KPA ഗഫാർ അഹസാനി, നിസാമുദ്ദീൻ സഖാഫി, അഡ്വക്കേറ്റ് ഹംസ സഖാഫി, താഹിർ കള്ളാടിപ്പറ്റ, താജുദ്ദീൻ സഖാഫി, അഷ്റഫ് പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര അറബിക് ദിനാചരണത്തിന്റെ ഭാഗമായി എടത്തനാട്ടുകര അൽ ഹിക്മ അറബിക് കോളേജ് വിസ്ഡം സ്റ്റുഡൻസ് യൂണിയൻ അറബിക് സെമിനാർ സംഘടിപ്പിച്ചു. നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അറബിയെ ഒഴിവാക്കുന്നത് വർഗീയ ചിന്തയിൽ നിന്നുള്ള അപകടമാണെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു. നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് ആലായൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ മുസ്ലിം വിദ്യാഭ്യാസ ഓഫീസർ B ഷൗക്കത്ത് അലി അൻസാരി അധ്യക്ഷനായി. പ്രശസ്ത അറബിക് കവി പ്രൊഫസർ ഡോക്ടർ M അബ്ദുള്ള സുല്ലമി മുഖ്യാതിഥിയായി. O മുഹമ്മദ് അൻവർ, റിഷാദ് അൽ ഹിഗാമി, മുഹമ്മദ് ഷഫീഖ് അൽ ഹിഗാമി, വിസ്ഡം ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഇരിങ്ങൽക്കൊടി, വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടറി K ഉണ്ണീൻ ബാപ്പു, മൻഷുഖ് അൽ അസ്ഹരി, M അബ്ദുൽ സലാം, CK അബ്ദുൽ ജലീൽ അൽ ഹിഗാമി, അബ്ദുള്ള വസീം കാവനൂർ, ഹസനുൽ ബന്ന മോങ്ങം, M മുഹസിൻ, റബീഹ് കണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു.
ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വായ്പാ വിതരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ CDS മുഖേന SC കുടുംബശ്രീ അംഗങ്ങളായവർക്കുള്ള പഞ്ചായത്ത് തല വായ്പാ വിതരണമാണ് പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നത്. വളരെ നല്ല രീതിയിൽ ആ ഫണ്ട് തിരിച്ചടയ്ക്കാനും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരാനും നമുക്കതുവഴി കഴിയും. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു സംഖ്യ തിരിച്ചടയ്ക്കാനും കഴിയട്ടെ എന്ന് മാത്രം ഈ ഒരു പരിപാടിയിൽ ആശംസിക്കുകയാണ്. പിന്നൊന്ന്, ഞങ്ങൾക്കിപ്പോൾ നാളെ മറ്റൊന്ന് പുതിയ ഭരണസമിതി വരികയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത് നല്ലതാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാനും നിങ്ങളോടൊപ്പം ഈ വേദി പങ്കുവയ്ക്കാനും കിട്ടിയത് വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ കുറച്ച് പേരെങ്കിലും ഇതെല്ലാം അന്വർത്ഥമാക്കിക്കൊണ്ട് തിരിച്ചടയ്ക്കാൻ പിഴവുകൾ വരികയും അടവുകൾ തെറ്റിക്കുകയും മറ്റുള്ള എല്ലാ കുടുംബശ്രീ സംവിധാനത്തിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ സൗമ്യ പറഞ്ഞു 3 കോടിയോളം OBC ലോണ് കൊടുത്ത ഒരു കുടുംബശ്രീ CDS ആണ്. അതും ഒറ്റയടിക്ക് 3 ലക്ഷം രൂപ അനുവദിക്കുകയല്ല. 25 ലക്ഷം രൂപയിൽ നിന്നും 50 ലക്ഷം, 1 കോടി, 2 കോടി, അങ്ങനെ 3 കോടി രൂപയാണ് ഇവിടെ KSPDC OBC അംഗങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ഒറ്റ OBC അംഗങ്ങൾ പോലും ഒരു മാസത്തെ പോലും കുടിശ്ശിക വരുത്താതെ ഈ 10-20 വർഷക്കാലം എല്ലാ അയൽക്കൂട്ട അംഗങ്ങളും അത് കൃത്യമായി തിരിച്ചടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ്. 17 കുടുംബശ്രീ ഗ്രൂപ്പുകളിൽ നിന്നായി 73 കുടുംബശ്രീ അംഗങ്ങൾക്കായി 91,60,500 രൂപയാണ് വായ്പയായി നൽകിയത്. വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CDS ചെയർപേഴ്സൺ T. സൗമ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ഹരിദാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പാലക്കാട് ജില്ലാ മാനേജർ ഫൗസത്ത്, CDS അക്കൗണ്ടന്റ് സുജിത എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങളായ ദ്വാരകാനാഥൻ, ലിനി, ലീല, രാജശ്രീ, ജയശ്രീ, പ്രിയ, ഉഷ, പ്രദീപ്, ആസൂത്രണ സമിതി അംഗങ്ങളായ അരവിന്ദൻ മാഷ്, രാജേഷ്, CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണയിൽ പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശമായി സമ്മാന ഗോൾവണ്ടി. നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും തുടങ്ങിയ ഗോൾവണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. പെരിന്തൽമണ്ണയിൽ പ്രീമിയർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 1ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സമ്മാന ഗോൾവണ്ടി കൽപന്ത് കളി സ്നേഹികളിൽ ആവേശമുയർത്തി. നെഹ്റു സ്റ്റേഡിയത്തിൽ മുൻ മലപ്പുറം ADM NM മെഹറലി ഗോൾ കിക്കെടുത്ത ഗോൾവണ്ടിയുടെ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. പ്രീമിയർ ക്ലബ്ബ് പ്രസിഡന്റ് U. അബ്ദുൽ കരീം, സെക്രട്ടറി CH റിയാസ്, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഹക്കീം മാടശ്ശേരി, കൺവീനർ ഇസ്മായിൽ കിഴിശ്ശേരി, ട്രഷറർ അബു സിയാസ്, തെക്കത്ത് ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടൂർണമെന്റിന്റെ ഫിക്സർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം മുൻ താരം KT ഹൈദർ, കേരള യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ T. സൈതാലിക്കുട്ടി എന്നിവർ പ്രകാശനം ചെയ്തു. ടൂർണമെന്റിന്റെ വരവറിയിച്ചുകൊണ്ട് 4 ദിവസങ്ങളിലായി ഗോൾവണ്ടി പെരിന്തൽമണ്ണയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. പൊതുജനങ്ങൾക്ക് ഗോളടിക്കാൻ അവസരം നൽകും. ഗോളടിക്കുന്നവർക്ക് ആദ്യത്തെ 10 മത്സരങ്ങൾ കാണുന്നതിന് എൻട്രി പാസ് സമ്മാനിക്കും. ഡിസംബർ 26 മുതലാണ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. ABC ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സാണ് ടൂർണമെന്റിന്റെ മുഖ്യ പ്രായോജകർ. ടൂർണമെന്റിൽ 22 ടീമുകൾ പങ്കെടുക്കും. ഒറ്റപ്പാലത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ഭൂപടത്തിൽ 2 പതിറ്റാണ്ടിലേറെയായി മികവിന്റെ മുദ്ര പതിപ്പിച്ച ഭാരതീയ വിദ്യാഭവന്റെ വാർഷികാഘോഷം അതിവിപുലമായി ആഘോഷിച്ചു. ഐക്യം 2025 എന്ന പേരിൽ നടന്ന പരിപാടി നെഹ്റു അക്കാദമിക് ഓഫ് ലോ പ്രിൻസിപ്പൽ ഡോക്ടർ സോണി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2 പതിറ്റാണ്ടിലേറെയായി ഒറ്റപ്പാലത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയ ഭവൻസ് വിദ്യാലയയുടെ വാർഷികാഘോഷമാണ് വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളോടെ അതിവിപുലമായി ആഘോഷിച്ചത്. നെഹ്റു അക്കാദമി ഓഫ് ലോ പ്രിൻസിപ്പൽ ഡോക്ടർ സോണി വിജയൻ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു.
ഒരുപാട് ഡിഗ്നിറ്ററീസ്, ഞാനിപ്പോൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ ഓൺ ദ ഡയസ് ആൻഡ് ഓഫ് ദ ഡയസ് വലിയ വലിയ ആൾക്കാരൊക്കെ ഡിഗ്നിറ്ററീസ് ഒക്കെ ഉണ്ട്. വൈ മീ, ആം ഐ ദ റൈറ്റ് പേഴ്സൺ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ബട്ട് സംതിങ് ഗീവ്സ് മീ കോൺഫിഡൻസ് to be here because I represent the teaching fraternity, and teaching is the mother of all profession. So അത് തന്നെയാണ് എൻ്റെ കോൺഫിഡൻസും ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ കൾച്ചർ റൂട്ടഡ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. അത് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നില്ല, ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തു. എൻ്റെ 2 കുട്ടികളും, ഒരാൾ ഇപ്പോൾ വിദേശത്താണ്, ഒരാൾ ബാംഗ്ലൂരാണ്. പക്ഷെ അവർ രണ്ടുപേരും നാട്ടിലേക്ക് വന്നാൽ ആദ്യം പോവുക സ്കൂളിലേക്കാണ്, ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട്. അത്രയും അറ്റാച്ച്ഡ് ആണ് അവർ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിട്ട്. അവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുമ്പോൾ അത്രയ്ക്കൊന്നും തോന്നിയിരുന്നില്ല ഇങ്ങനെയൊക്കെ അവരത്ര അറ്റാച്ച്ഡ് ആയിരിക്കും എന്നൊന്നും. പക്ഷേ ഇപ്പം അത് കാണാൻ സാധിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോഴത്തേക്ക്. അപ്പം അതിൽ നിന്ന് നമുക്കറിയാം ഭാരത് വിദ്യാഭവൻ എന്താണെന്നുള്ളത്. ഏത് തരത്തിലാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റപ്പാലം ഭവൻസ് വിദ്യാലയ ചെയർമാൻ ഡോക്ടർ KS മേനോൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സദസ്സിൽ നഗരസഭാംഗം N ഷിബു, PTA പ്രസിഡന്റ് മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ജയദേവൻ, പ്രഭുരാജൻ, രാംകുമാർ, ശിവദാസൻ, ബൈജു, അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ PK, കൃഷ്ണദാസ്, പ്രമോദ് മേനോൻ, അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, സുകുമാരി നരേന്ദ്രമേനോൻ, സ്കൂൾ ലീഡർ അമേയ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് 500-ലധികം വരുന്ന വിദ്യാർത്ഥികൾ അണിനിരന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിദ്യാലയത്തിന്റെ വിദ്യാഭ്യാസ മികവിന്റെയും കുട്ടികളുടെ സർഗാത്മകതയുടെയും നേർക്കാഴ്ചയായി മാറിയ വാർഷികാഘോഷങ്ങളിൽ രക്ഷിതാക്കളും നാട്ടുകാരുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. സഫ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഏറ്റവും വിശാലമായ ഷോറൂം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബൈപ്പാസ് റോഡിൽ ബിസ്മി ഹൈപ്പർ മാർട്ടിന് സമീപമാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുപ്പത്തിയഞ്ച് വർഷത്തെ സംസിദ്ധ സ്വർണ്ണ പാരമ്പര്യവും അഭിമാനകരമായ ചരിത്രവുമുള്ള സഫ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഏറ്റവും വിശാലമായ ഷോറൂമാണ് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് മനോഹരവും വ്യത്യസ്തവുമായ ആഭരണങ്ങൾ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഡിസൈനർമാരുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്നതിനുള്ള സൗകര്യവും ഷോറൂമിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 ദമ്പതികൾക്ക് ഇന്റർനാഷണൽ ഹണിമൂൺ ട്രിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി ഓഫറുകളും ഉറപ്പായ സമ്മാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
ഇന്ത്യ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വിശ്വാസമാർജിച്ച സഫ ഗ്രൂപ്പ് 2030 4000 കോടി രൂപയുടെ വിപുലീകരണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആഗോളതലത്തിൽ 100 ഷോറൂമുകളും 250 ക്ലാരസ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറുകളും ഇക്കാലയളവിനുള്ളിൽ ആരംഭിക്കും. വളരെ കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു മാസം മുമ്പ് കൊച്ചിയിൽ വെച്ച് സഫ ഗ്രൂപ്പ് അത് അനൗൺസ് ചെയ്തു. അതിൽ ഏതാണ്ട് 4000 കോടി രൂപയുടെ അതിൻ്റെ ഒരു പ്രൊജക്റ്റാണ് അവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സഫ ബ്രാൻഡിൽ 100 സ്റ്റോറുകൾ 2030 ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോറ് ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ക്ലാരസ്, നിങ്ങൾക്കറിയാം ക്ലാരസ് സഫ ഗ്രൂപ്പിൻ്റെ ഒരു ഡിസൈനർ ജ്വല്ലറിയാണ്. അത് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ആക്കിയിട്ട് ഉയർത്തുകയും ആ നിലയ്ക്ക് ഒരു 300 സ്റ്റോറുകൾ ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി എന്ന പേരിലും നമ്മൾ ആ പേരിൽ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നിലയ്ക്ക് പ്രത്യേകിച്ചും സഫ ഗ്രൂപ്പ് വലിയ ഒരു എക്സ്പാൻഷൻ പ്രോജക്റ്റാണ് മുമ്പിലുള്ളത്. നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് നമ്മളതിൻ്റെ പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റോറിൻ്റെ ഈ റീബ്രാൻഡ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റോറിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്. നജീബ് കാന്തപുരം MLA, മഞ്ഞളാക്കുഴി അലി MLA, P. അബ്ദുൽ ഹമീദ് MLA എന്നിവർ മുഖ്യാതിഥികളായി. BNI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലീഡേഴ്സ്, FSC അംഗം V. രമേശൻ, JRD അവനൂർ, അഡ്വക്കേറ്റ് ഇന്ദിര C. നായർ, ഡോക്ടർ ഫെബിന CB, സിക്കാര നർഗീസ്, സൈമ എബ്ബി, ബേബി നഹ നദി, അക്രം ചുണ്ടയിൽ, ഫർഷാന ഫാസിൽ, ഫരീന സൈദ തുടങ്ങിയവർ വിവിധ കൗണ്ടറുകളുടെ ലോഞ്ചിങ് നിർവഹിച്ചു. സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ KT മുസ്തഫ, KT ഹംസ, KT ഉസ്മാൻ, KT അബ്ദുൽ കരീം, KT അബ്ദുൽ നാസർ, KT മുഹമ്മദ് ഹനീഫ, സഫ ഗ്രൂപ്പ് CEO മുഹമ്മദ് ഇജാസ്, ജനറൽ മാനേജർ KT അബ്ദുൽ മജീദ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി CEO അംജദ് സാഹിർ, ഗ്രൂപ്പ് റീറ്റെയിൽ ഹെഡ് അഖിൽ DK, HR മാനേജർ ഫ്രാൻസിസ് മാത്യു, ഫിനാൻസ് മാനേജർ ശിഹാബുദ്ദീൻ, അഡ്മിൻ മാനേജർ മുഹമ്മദ് ബഷീർ, ഡിജിറ്റൽ ഹെഡ് സൈഫുൽ ഇസ്ലാം, അസിസ്റ്റന്റ് PR മാനേജർ VP യാസർ, ഷോറൂം മാനേജർമാരായ അബു യൂസഫ, ഫൈസൽ ബാബു എന്നിവരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ക്രിസ്മസിനോടനുബന്ധിച്ച് മണ്ണാർക്കാട് ഷെഫ് പാലാട്ടിലെ കസ്റ്റമേഴ്സിനായി ക്രിസ്മസ് DJ നൈറ്റ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 25 രാത്രി കാഞ്ഞിരപ്പുഴ ഡാം സൈറ്റ് ബംഗ്ലാവിൽ DJ ശ്രീജിത്ത് രവിയുടെ നേതൃത്വത്തിലാണ് ലൈവ് പെർഫോമൻസ്. നെല്ലിപ്പുഴ ഷെഫ് പാലാട്ടിൽ നിന്ന് എൻട്രി പാസ് ലഭിക്കുന്നവർക്കാണ് പ്രവേശനം. ഡിസംബർ 20 മുതൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഷെഫ് പാലാട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കസ്റ്റമേഴ്സിനാണ് ക്രിസ്തുമസ് രാവിൽ DJ പാർട്ടി ഒരുക്കിയിരിക്കുന്നത്. പാലാട്ടിൽ നിന്ന് 2000 രൂപ ബില്ലിൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരു എൻട്രി പാസ് ലഭിക്കും. 3000 രൂപയ്ക്ക് 2ഉം 4000 മുകളിൽ ബില്ല് വരുന്നവർക്ക് 3ഉം എൻട്രി പാസ് ലഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. ഞങ്ങളുടെ പാലാട്ട് റെസിഡൻസിൽ ഹോട്ടൽ പാലാട്ടിൽ വന്ന് ഷെഫ് പാലാട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കാണ് ഞങ്ങൾ ഈ ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരുന്നത്. സോ എല്ലാത്തിനും ഒരു ഇതുണ്ടായിരിക്കില്ല, ഒരു മറ്റേ ഓരോ ടിക്കറ്റിന് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര എന്നുള്ള രീതിയിൽ ഉണ്ടായിരിക്കില്ല. സോ 2000 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരു എൻട്രി പാസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും. അതുപോലെ 3000 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവർക്ക് 2 എൻട്രി പാസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് നൽകും. അതോടൊപ്പം 4000 ആൻഡ് എബോവ് ബില്ല് വരുന്ന ആളുകൾക്ക് 3 എൻട്രി പാസ് ആണ് നമ്മൾ നൽകുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, 2000 രൂപയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ച് ബിൽ പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരും? ഒരു എൻട്രി പാസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും. അതുപോലെ 3000 രൂപയ്ക്ക്
നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എൻട്രി പാസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും. അതോടൊപ്പം 4000 രൂപയ്ക്ക് മുകളിൽ 4000 രൂപയ്ക്ക് മുകളിലോ ഭക്ഷണം കഴിക്കുന്നവർക്ക് 3 എൻട്രി പാസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും. സോ എല്ലാവർക്കും അവരവരെ ഫാമിലി ആയിട്ട് വരാം, ഭക്ഷണം കഴിക്കാം, അല്ലെ, നമ്മുടെ കൊളീഗ്സ് ആയിട്ട് വരാം, വിത്ത് ഫാമിലി സർക്കിൾ എല്ലാവരുമായിട്ടും വരാം, ഭക്ഷണം കഴിക്കാം. 24-ാം തീയതി വൈകുന്നേരം വരെ വന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന ഒരു കാറ്റഗറി ഞാൻ പറഞ്ഞു, ആ ഒരു രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ എൻട്രി പാസുകൾ ഹോട്ടൽ ഷെഫ് പാലാട്ട് മണ്ണാർക്കാട് നിന്ന് ടിക്കറ്റുകൾ സൗജന്യമായിട്ട് നൽകുന്നതാണ്. ഡിസംബർ 20 മുതൽ 24 വരെ ഭക്ഷണം കഴിക്കുന്നവർക്കാണ് DJ പാസ് ലഭിക്കുന്നത്. ഷോർട്ട് ന്യൂസ്. ഒറ്റപ്പാലം ഷാപ്പുംപടി പഴയ ഗ്യാസ് ഗോഡൌണിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പുൽക്കാടിന് തീപിടിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. തുടർന്ന് ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത്. കുറുവട്ടൂർ തിരുനാരായണപുരം ചാക്യംകാവ് അയ്യപ്പക്ഷേത്രത്തിൽ മണ്ഡലകാല ചുറ്റുവിളക്കും താലപ്പൊലി മഹോത്സവവും തുടരുന്നു. കഴിഞ്ഞ ദിവസം പെരാങ്ങോട് കൂട്ടുകാർ അവതരിപ്പിച്ച ഭക്തിഗാനമേള അരങ്ങേറി. തുടർന്ന് ഭക്തജനങ്ങൾക്ക് അത്താഴവും നൽകി. കഥകളി, തിരുവാതിരക്കളി, ഫ്യൂഷൻ, മ്യൂസിക് മിൻഷോ, കൈകൊട്ടിക്കളി എന്നിവ വരും ദിവസങ്ങളിൽ അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. തുടർന്ന് ആദ്യ ഭരണസമിതി യോഗവും ചേരും. പുതിയ അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് 26, 27 തീയതികളിൽ. ഒറ്റപ്പാലം വരോട് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ പിടിയിൽ. 3 പേരാണ് അറസ്റ്റിലായത്. കുത്തേറ്റ രാഹുൽ അപകടനില തരണം ചെയ്തു. കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നുവെന്നാരോപിച്ച് പ്രതിഷേധം. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരത്ത് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പട്ടാമ്പിയിലെ പുതിയ പാലം നിർമ്മാണം, പൈലിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. MLAയുടെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.